ആർ യു സ്കെയർഡ് ഓഫ് ഹെയർ ട്രാൻസ്പ്ലാന്റ്? മുടി കുറവാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. ഇങ്ങനെ പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ള പൊതുവായി വരുന്ന ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആര്യ, കൺസൾട്ടന്റ് മാക്സിലോഫേഷ്യൽ സർജൻ അറ്റ് ബിയു ഹെയർ ആൻഡ് കോസ്മെറ്റിക്സ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു പെയിൻഫുൾ പ്രൊസീജിയർ ആണ്. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ നമ്മൾ ലോക്കൽ അനസ്തീഷ്യയാണ് ഉപയോഗിക്കുന്നത്. ലോക്കൽ അനസ്തീഷ്യ ഉപയോഗിച്ച് ഡോണർ ഏരിയയും അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന റെസിപ്പിയൻ്റ് ഏരിയയും അനസ്തറ്റൈസ് ചെയ്യുന്നു, മരവിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരവിപ്പിക്കുമ്പോഴുള്ള ഒരു ഇനീഷ്യൽ പെയിൻ അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസീജിയർ ഇസ് പെയിൻലെസ്, വേദന രഹിതമാണ്, അങ്ങനെ അധികം അറിയില്ല. പ്രൊസീജിയർ കഴിഞ്ഞാൽ മരവിപ്പ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വിട്ടുമാറി കഴിഞ്ഞാൽ തന്നെയും പോസ്റ്റ് ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസിൽ അനാൽജസിക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഒരു ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ടാകും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇസ് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് പെയിൻലെസ്. മറ്റൊരു സംശയമാണ് ഇതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ലോങ് ടേം സൈഡ് ഇഫക്ട്സ് ഒന്നും ഹെയർ ട്രാൻസ്പ്ലാന്റിന് ഇല്ല. ആസ് ഇൻ എവറി മൈനർ സർജിക്കൽ പ്രൊസീജിയർ ചെറിയൊരു ഡിസ്കംഫർട്ട് സ്വെല്ലിംഗ് ഒക്കെ ഒരു ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്, ഒരു മാക്സിമം ഒരു 7 ഡേയ്സിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ്ലി റിസോൾവ് ആകും. അതിനുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറിന് ശേഷം തരുന്നതായിരിക്കും. അതെല്ലാം കൃത്യമായി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കംഫർട്ടിനൊക്കെ നല്ലൊരു റിലീഫ് ഉണ്ടാകും. 7 ഡേയ്സ് കൊണ്ട് എല്ലാം കംപ്ലീറ്റ്ലി റിസോൾവ് ആകുന്നതാണ്. മറ്റൊന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ കഴിഞ്ഞ് എത്ര ദിവസമാണ് റെസ്റ്റ് എടുക്കേണ്ടതെന്നുള്ളത്. പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ഡേയ്സ് റെസ്റ്റ് കമ്പൽസറിയാണ്. അതായത് ഡോണർ ഏരിയ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ടൈം പീരീഡ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ചോദ്യം വരാം, അതായത് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോയി തുടങ്ങാമോ എന്നുള്ളത്. തീർച്ചയായും. അതായത് ഓവറോൾ ഒരു 21 ഡേയ്സ് ഓഫ് ടൈം, അതായത് 3 ആഴ്ച സമയമാണ് നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഉണങ്ങാൻ, അഥവാ വൂണ്ടൊന്ന് മെച്ചോർഡ് ആകാൻ എടുക്കുന്ന സമയം. ഈ സമയം അത്രയും നമുക്ക് ഹെൽമെറ്റ് വെക്കുക, അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് പോവുക, ജിമ്മ്, സൈക്ലിംഗ്, എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങളൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പക്ഷെ റെഗുലർ ആക്ടിവിറ്റീസ് ഒക്കെ 7 ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരു തടസ്സവുമില്ല. ഇതൊരു പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് റിസൾട്ടിനെ കുറിച്ചുള്ളത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ മുതലാണ് റിസൾട്ട് കണ്ടു തുടങ്ങുന്നത്? അതായത് അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ഇനീഷ്യലി 2 weeks to 2 months ചെറിയ രീതിയിൽ ഒരു കൊഴിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വെച്ച മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 to 4 months ടൈം പീരീഡിലാണ്. അപ്പോൾ ഈ 3-4 മാസത്തിൽ 80% ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുന്നു. കംപ്ലീറ്റ് ഗ്രോത്ത് കിട്ടുന്നത് ഒരു 8 to 9 monthsലാണ്. ഇനി 8-9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, ഒരു 5 വർഷം 6 വർഷമൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ആൻഡ്രോജൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡോണർ ഏരിയയിൽ നിന്നും എടുക്കുന്ന ഹെയർ ആണ് ഇംപ്ലാന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെക്കുന്ന മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ പിന്നെ അത് മാത്രവുമല്ല, പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഒരു മെയിൻ്റനൻസ് പോലെ PRP ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്നവരിൽ നമുക്ക് ഹെയറിനെ ആക്റ്റീവ് ഗ്രോയിങ് ഫേസിൽ കുറേ നാൾ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്